UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നാളെ ഒരു മാസം തികയുകയാണ്. ഈ ഒരു മാസത്തിനിടയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഒരു മാസത്തിനിടയിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഒരു സമയത്തുള്ളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ CITU മറ്റ് സഹകരിക്കാൻ കഴിയുന്ന തൊഴിലാളി സംഘടനകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ താൽക്കാലിക ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അതിൻ്റെ ഒരു സീനിയാരിറ്റി നോക്കി ചില നടപടികൾ സ്വീകരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇവിടെ 1 വർഷം മുതൽ 20 വർഷം വരെ സീനിയാരിറ്റിയുള്ള കരാർ ജീവനക്കാരെയും താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ പട്ടിണിയിലും അതുപോലെ തന്നെ അവർ ആത്മഹത്യ ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ശ്രീ VD സതീശൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശമ്പളം തടഞ്ഞു വയ്ക്കുന്നു, പിരിച്ചുവിടൽ നടത്തുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുന്നു. ഈ നടപടിക്കെതിരെ ജൂൺ മാസം 24-ാം തീയതി ഈ താൽക്കാലിക ജീവനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വൻപിച്ച തൊഴിലാളി മാർച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന കുടുംബശ്രീ, നാഷണൽ ഹെൽത്ത് മിഷൻ, ഭാരതീയ ചികിത്സാ മിഷൻ, ആയുഷ് മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ കരാർ ജീവനക്കാരെയാണ് ഉടനെ തന്നെ സർക്കാർ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഉള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 2005 മുതൽ എല്ലാ വർഷവും കൃത്യമായി പുതുക്കി നൽകാറുള്ള ജീവനക്കാരുടെ കരാർ കാലാവധി വകുപ്പ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഇന്നിപ്പോൾ വകുപ്പ് മേധാവികൾ ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു കാരണവശാലും അനുവദിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പൊ അതിൽ ഈ സമര പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വേണമെന്ന് അവര് പറയുകയാണ്. ഈ സെമിനാറിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നിപ്പോ ഒരു മാസത്തിനിടയിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഴുങ്ങിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ. അധികാരം മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർമാരെ മാറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം, നിയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ നിരവധി ആക്ഷേപങ്ങളാണ് പത്രങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഈ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഇത്രയധികം ആശ്രിത നിയമനം നടത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല. എന്ന് മാത്രമല്ല, ഇന്നിപ്പോ പത്രങ്ങളിൽ കണ്ടത് ശരിയാണോ എന്നൊന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ചില മന്ത്രിമാരുടെ വകുപ്പുകൾ തിരിച്ചെടുത്തെന്നാണ് പറയുന്നത്. ചില മന്ത്രിമാരുടെ വകുപ്പുകൾ തിരിച്ചെടുത്ത ശേഷം പുതിയ വകുപ്പുകൾ കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ 1 മാസക്കാലം കൊണ്ട് തന്നെ ഒരു തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റാണ്, സർക്കാർ ജീവനക്കാർ വിരുദ്ധ ഗവൺമെന്റാണ് ശ്രീ VD സതീശന്റെ ഗവൺമെന്റ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിൽ ജനങ്ങൾക്ക് പോകാൻ ഭയമാവുന്ന രൂപത്തിലുള്ള സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന
കേരളത്തിലെ തൊഴിലാളികളെ ബാധിക്കുന്ന ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം മിണ്ടുന്നില്ല. തൊഴിലാളി വിരുദ്ധ നടപടികൾ വിദ്യാഭ്യാസ രംഗത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുവാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റുമായി ശ്രീ സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF ഗവൺമെന്റ് ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ആ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ് ഇന്ന് രാജ്യത്താകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ലേബർ കോഡും അതുപോലെ തന്നെ PMSY പദ്ധതിയും നടപ്പിലാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലേബർ കോഡ് ഒരു കാരണവശാലും കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാടെടുക്കുന്ന ലേബർ കോഡ് നടപ്പിലാക്കുവാൻ തൊഴിലാളികൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങളോട് ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്.